ഹലോ, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. മമ്മിയും അടുക്കളയിലുണ്ടായിരുന്നു. മമ്മി അവിടെ ചോറിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ ആ ഒരു സമയത്തേക്ക് കാപ്പിക്കുള്ള കാര്യങ്ങൾ നോക്കുമായിരുന്നു. ദോശമാവ് കുറച്ചേ ഉള്ളൂ. അപ്പം മമ്മിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നാണെങ്കിൽ എല്ലാവർക്കും ജോലിയുള്ളൊരു ദിവസം കൂടായിരുന്നു. ഇന്ന് രാവിലെ തൊട്ടേ മഴയാണ്. ഇവിടെ അച്ഛനും പപ്പയ്ക്കും തടിയുടെ ബിസിനസ് ആയതുകൊണ്ട് ഭയങ്കര മഴയുള്ളപ്പോൾ അതൊന്നും നടക്കാറില്ലേ. എന്നാലും ഇന്ന് അവർക്ക് പണിയുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയത്തേക്ക് ഇതാ ഉപ്പുമാവൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി എനിക്കും അച്ഛനും വേണ്ടി അവൽ നനയ്ക്കണം. അപ്പത്തിനും കൊച്ചിനും അമ്മച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് ദോശ ചുടണം. അതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് മമ്മിയും അമ്മച്ചി അപ്പച്ചനും പപ്പായും എല്ലാവരും അച്ഛനും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോനാണെങ്കിൽ രാവിലെ തൊട്ട് എടുക്കുന്ന പറഞ്ഞുകൊണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. തലേ ദിവസത്തെ ഉറക്കം ശരിയായില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫുൾ ഡേ ഇങ്ങനെ തന്നെയായിരിക്കും. ഉറക്കം ശരിയായാലേ കൊച്ച് നല്ല രീതിക്ക് നിൽക്കത്തുള്ളൂ. മമ്മി ഇതാ അവിടെ കാപ്പി കുടിക്കുന്നുണ്ട്, അപ്പൂസ് അവിടെ കളിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും മഴ പിടിച്ചിങ്ങനെ മടി പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നാലും എല്ലാവരും ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. മമ്മി അവിടെ ചോറിൻ്റെ കാര്യങ്ങളും എന്താണ്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനും അടുത്ത കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവാണ്. എനിക്ക് അച്ഛന് വേണ്ടി അവലും നനയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ തികയാത്തത് കൊണ്ടാണ് ഇങ്ങനെ 3 ആയിട്ടൊക്കെ കാപ്പി ഉണ്ടാക്കിയത്. ഇവിടെ അങ്ങനെ ഒരു ശീലമൊന്നുമില്ല. ഇത് ഒന്നും ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും പഴങ്കഞ്ഞി കുടിക്കും. അതല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാറുള്ളത്. ഇന്നലത്തെ കുറച്ച് മാവ് ഇരിപ്പുണ്ടായതുകൊണ്ട് കൊച്ചിനും അപ്പച്ചനും വേണ്ടിയിട്ട് അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇന്ന് 3 ടൈപ്പ് കാപ്പി ഉണ്ടാക്കി. അമ്മയാണെങ്കിൽ അരി ഇട്ടിട്ടായിരുന്നു പോയത്. ഞാൻ അതാണെങ്കിൽ ഊറ്റാൻ വേണ്ടിയിട്ട് പോവാണേ. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ്. ആ പേടിച്ച് തന്നെ ചെയ്തതുകൊണ്ട് എൻ്റെ കയ്യിലോട്ടൊക്കെ അങ്ങ് തെറിച്ച് വീഴുമായിരുന്നു കേട്ടോ. അത് ഞാൻ കുഞ്ഞുരുളി വെച്ചായിരുന്നു ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് പോയത്. അതും ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. വെള്ളം തെറിച്ചങ്ങ് വീഴുമായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇന്ന് ഞാൻ ചോറ് ഊറ്റിയത്. കറക്റ്റായിട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എന്നാൽ ചോറിട്ടുന്ന സമയത്ത് ഓർമ്മയുണ്ട്, ബഹറിന് നിന്ന സമയത്ത് ഞാനൊരു ക്ലിപ്പ് ഇട്ടായിരുന്നു ചോറ് ഊറ്റാനുള്ളത്. അതേ സംഭവം ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും വെള്ളം അങ്ങ് ഭയങ്കരമായിട്ട് ചാടുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കോവയ്ക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എല്ലാം അരിഞ്ഞു. ഇതിനിടയ്ക്ക് കരണ്ട് പോയി വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ മഴയായതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. അങ്ങനെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എന്താ അപ്പുമോനെയും കൂട്ടി പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കൂടെ കോഴിയെ കാണണം, പിങ്കിയെ കാണണം. പിങ്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പട്ടിയാണ് കേട്ടോ. അപ്പോൾ പട്ടിയെ കാണണം, കോഴിയെ കാണണം, മാനെ കാണണം എന്നും പറഞ്ഞ് ബഹളം വെക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പുറത്ത് വന്ന് നിൽക്കും. അപ്പൂസാണെങ്കിൽ നമ്മുടെ കണ്ണ് തെറ്റി എങ്ങോട്ടേലും ഓടിപ്പോട്ടെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകിൽ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. അധികം ഫോണൊന്നും ഞാനിപ്പോൾ എടുക്കാറില്ല. അതാണ് വീഡിയോ എത്ര വൈകുന്നത് തന്നെ. എനിക്ക് അച്ഛത്തിന് ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാടെ. അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകളൊക്കെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ എഴുതിക്കൊണ്ടിരുന്നപ്പം അപ്പുമോനും ബുക്കിൻ്റെ അകത്ത് ആനയെ വരയ്ക്കുക, കാക്കയെ വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവനെ കളിപ്പിച്ച ശേഷം ഞാൻ വീണ്ടും ഈ ബാങ്കിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അമ്മച്ചി അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയോട് കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞ് അങ്ങനെയായിരുന്നു ഞാൻ പേപ്പർ എഴുതിക്കൊണ്ടിരുന്നത്. അതാണ് ഈ കാര്യം പറയുന്നത് കേട്ടോ. അങ്ങനെ ഉച്ച
കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ്സിന് പോകണമായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് എന്നാൽ പിന്നെ ചൂട് ചായയും വടയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഒരു കുഞ്ഞ് തട്ടുകടയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചായ കുടിക്കുന്നത് ഭയങ്കര കുറവാണ്, പക്ഷേ എന്നാലും പുറത്തൊക്കെ ഇറങ്ങുമ്പം ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ചായ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എല്ലാം ഉഴുന്നുവട, പരിപ്പുവട, ബോണ്ട, ഏത്തയ്ക്കാപ്പം അങ്ങനെ എല്ലാത്തിനും ഓരോന്നും ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. വീട്ടിലേക്ക് വേണ്ടിയിട്ടും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അവിടുന്ന് പോയത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് കയറിയതാണ്. നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് നല്ലൊരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കയറിയതായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നതായതുകൊണ്ട് അതിൻ്റെ പുറകിലൊരു ബാഗൊക്കെ, അപ്പം അതിൻ്റെ അകത്ത് നിറച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. എന്ത് ക്ലാസ്സിനാണ് പോകുന്നതെന്നുള്ളത് ഷോർട്സ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഷോർട്സിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണെന്നുള്ളത്. ഞാൻ ലോങ് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഒരു വട്ടം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങളിതാ ഉഴുന്നുവട, ഉള്ളിവട, ഏത്തയ്ക്കപ്പം അങ്ങനെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോനും കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞൊരു സന്ധ്യ കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മമ്മിയുടെ വീട്ടിലേക്ക് അഞ്ചലോട്ടൊന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇതുവരെ വന്നിട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ അമ്മച്ചിയെ കാണാൻ, അതായത് മമ്മിയുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോഴും സത്യം പറഞ്ഞാൽ പകുതി ആൾക്കാരും അവിടെ ഇല്ലായിരുന്നു, മമ്മിയുടെ ബന്ധുക്കളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു വട്ടം കൂടെ അങ്ങോട്ടൊക്കെ ഇറങ്ങണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ വ്ളോഗുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ, എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എനിക്കറിയാം ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് ഒന്നും അല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.